കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റു. നീലേശ്വരം സ്വദേശി വിദ്യയാണ് പാമ്പ് കടിച്ചത്. പാമ്പിനെ അധ്യാപിക തന്നെ അടിച്ചുകൊന്നു. വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത്. മണിയാകുമ്പോൾ സ്കൂളിൽ പോയ സമയത്ത് വരാന്തയിൽ നടക്കുന്ന ആ സമയത്താണ് കടിച്ചത്. അപ്പോൾ കുട്ടികളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതിനെ കൊന്ന് പിന്നെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു വിഷമില്ലാത്ത പാമ്പാന്ന്, പേടിക്കാനില്ല, ഓരോ മണിക്കൂറും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നാളെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഇതിപ്പോൾ അധ്യാപികയ്ക്ക് വരെ പാമ്പ് കടിയേക്കുന്ന ഒരു സാഹചര്യം, എങ്ങനെയാണിത് സംഭവിച്ചത്? എന്താണ് സ്കൂളിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രവിത, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിക്ക് അധ്യാപിക സ്കൂളിലേക്ക് എത്തിയതായിരുന്നു. സ്കൂളിൽ രാജാസ് ഹൈസ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓണാഘോഷ പരിപാടിയായിരുന്നു. ഇതിനിടയ്ക്ക് ഈ 8B ക്ലാസ്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന 8B ക്ലാസ്സിലേക്ക് അധ്യാപിക ഈ ഓഫീസ് റൂമിൽ നിന്ന് എത്തി. ഇതിനിടയിലാണ് ഈ ഗ്രൗണ്ടിൽ ഈ ഒരു വരാന്തയിൽ വെച്ച് പാമ്പ് കടിച്ചത് എന്ന ഒരു വിവരമാണിപ്പോൾ അധ്യാപിക പറഞ്ഞത്. ആ പാമ്പ് കടിച്ചപ്പോൾ തന്നെ ആ പാമ്പിനെ അധ്യാപിക അടിച്ചു കൊന്നു. ഇവിടെ ചെറിയൊരു പുല്ല് ഉണ്ട്. അത് ആ ഒരു പുൽപ്രദേശത്ത് നിന്നാണ് ഈ പാമ്പിന്റെ കടിയേറ്റത്. മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ സ്കൂളിലില്ല. സ്കൂളിൽ എല്ലാ ഭാഗങ്ങളും തന്നെ നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. സമീപത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. അവിടെ നിന്ന് ഈ പാമ്പ് ഇവിടേക്ക് എത്തിയതാവാം എന്നൊരു സംശയം ഈ സ്കൂൾ മാനേജ്മെന്റ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അധ്യാപികയുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രാവിലെ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും രക്തം പരിശോധിക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ അധ്യാപികയ്ക്ക് ആശുപത്രി വിടാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആശ്വാസകരമായ കാര്യം, ഈ പാമ്പിന് വിഷമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രവിത, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.